അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റവും അനുഗ്രഹിച്ച വിശുദ്ധമാക്കപ്പെട്ട റമദാൻ നമ്മളിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. ഈ ഒരു വർഷത്തെ റമദാൻ ഷരീഫിനെ ഏറ്റവും പവിത്രവും മഹത്വവുമായി പരിപാലിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണല്ലോ. വിശുദ്ധമാക്കപ്പെട്ട റമദാൻ ഷരീഫ്, ആ റമദാനിലെ നോമ്പ് കൊണ്ട് ഏറ്റവും അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ലക്ഷ്യം വെക്കപ്പെട്ടിരിക്കുന്നത് തഖ്വയാണ്. നമ്മളൊക്കെ കേട്ടതുപോലെ യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അപ്പോൾ വിശ്വാസികളുടെ നിങ്ങളുടെ മേല് നോമ്പിനെ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ മുൻഗാമികൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾ തഖ്വയുള്ളവർ, ഭയഭക്തി ഉള്ളവരായി തീരുന്നതിന് വേണ്ടിയാണെന്ന് ഖുർആൻ പറയുമ്പോൾ ആ ഭയഭക്തിക്കും സൂക്ഷ്മതയുമുള്ളതാകുന്ന ജീവിതത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ നോമ്പെടുക്കുന്നതിലൂടെ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നമ്മൾ പട്ടിണി കിടക്കുന്നതിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ദൗത്യം എന്നുള്ളത് അത് ഭയഭക്തിയും തഖ്വയും നേടിയെടുക്കലാണ്. ആ തഖ്വ അധിഷ്ഠിതമാകുന്ന ജീവിതം നയിക്കുന്നതിലൂടെ പാരത്രികമാകുന്ന ഒരു വിജയത്തിലേക്കുള്ള ചവിട്ടുപടി കൂടിയാണ് വിശുദ്ധ റമദാൻ. 11 മാസങ്ങളിൽ നിന്ന് വ്യതിരിക്തമായിട്ട് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ ഒരു അനുഗ്രഹമായിട്ടാണ് നമ്മൾ ഓരോരുത്തർക്കും വിശുദ്ധ റമദാനിനെ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തഖ്വ അതിന്റെ പാരമ്യമാകുന്ന ലക്ഷ്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ നാം ഓരോരുത്തരും അതിനുവേണ്ടിയുള്ള പരിശ്രമം കൂടിയായിട്ടാകണം ഈ ഒരു റമദാനിന്റെ ഓരോ ദിനരാത്രങ്ങളെയും കാണാനുള്ളത്. മഹത്തുക്കൾ പഠിപ്പിച്ചതെന്ന് അറിയാമല്ലോ, തഖ്വൽ ഇലാഹി മദാറു കുല്ലി സആദത്തിൻ വതിബാഉ വഹുവാ റഅസു ശർരി ഹബായിലാ. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയിലുള്ള ഭയഭക്തിയാണ്, ആ സൂക്ഷ്മമാകുന്ന ജീവിതമാണ് എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനമെന്ന്. മദാറു കുല്ലി സആദ, എല്ലാ വിജയത്തിന്റെയും അടിത്തറ അതാണെന്നും, അതുപോലെ തന്നെ ഇച്ഛകളെ ഫോളോ ചെയ്യൽ, ശരീരത്തിന്റെ ഇച്ഛകളെ പിൻപറ്റലാണ് എല്ലാ മോശത്തരങ്ങളുടെയും കാരണമെന്നും പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിൽ ആ വലിയ വിജയത്തിലേക്കുള്ള നിദാനമായിട്ടാണ് നോമ്പിനെ നമുക്ക് അവതരിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ആ നോമ്പ് കൊണ്ട് ലക്ഷ്യം വെക്കപ്പെടാവുന്ന ആ ഉദ്ദേശ ലക്ഷ്യത്തെ നമുക്ക് എല്ലാവർക്കും നേടിയെടുക്കാൻ ഈ റമദാൻ കൊണ്ട് കഴിയുമാറാകട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. അതോടൊപ്പം തന്നെ വിശുദ്ധ റമദാനിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും മഹത്താകുന്ന 5 നേട്ടങ്ങൾ അത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. റമദാൻ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും മഹത്താകുന്ന 5 കാര്യങ്ങളെ മഹാന്മാരെ പഠിപ്പിച്ചിരിക്കണം. അവിടുന്ന് ബൈഹഖി റളിയല്ലാഹു അൻഹു ശുഅബുൽ ഈമാനിൽ രേഖപ്പെടുത്തിയതായി കാണാം. ഒരു വിശ്വാസി നോമ്പെടുക്കുന്നതിലൂടെ അവന് 5 നേട്ടങ്ങളാണ് ലഭിക്കുന്നത്. ഏറ്റവും സുപ്രധാനമായിട്ടുള്ള നാം മനസ്സിലാക്കേണ്ടുള്ള ഈ റമദാനിന്റെ സന്ദേശമായി ഞങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് കൂടിയാണ്. റമദാനിന്റെ 30 ദിനരാത്രങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ഈ ഒരു വലിയ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും പ്രതിഫലത്തിന്റെയും 5 വിഷയങ്ങൾ എന്ന് പറയുന്നത്. ഒന്നാമത്തെന്ന് പറയുന്നത് റമദാനിന്റെ 1-ാമത്തെ രാത്രിയിൽ തന്നെ നളറല്ലാഹു തആലയിലേക്കും, നോമ്പുകാലിലേക്ക് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നോട്ടമുണ്ടാകും. ആ പടച്ചറബിന്റെ ലിഖാ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. അള്ളാഹുവിനെ കാണൽ, പടച്ചറബ് ഇങ്ങോട്ട് കാണൽ, അള്ളാഹുവിന്റെ നോട്ടം ലഭിക്കുക എന്നുള്ളത് ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു വിഷയമാണെങ്കിൽ ആ നോട്ടം ആർക്ക് ലഭിക്കും? നോമ്പുകാർക്ക് ലഭിക്കുകയാണ്. അങ്ങനെ പടച്ചറബിന്റെ നോട്ടം ലഭിക്കുന്ന നോമ്പുകാരെ സംബന്ധിച്ചിടത്തോളം യുഅദ്ദിബു അഹദ, ഒരിക്കലും അവരെ ശിക്ഷിക്കപ്പെടുകയില്ല. അത്രത്തോളം വലിയ നേട്ടമാണ് വിശുദ്ധ റമദാനിലെ നോമ്പിന്റെ ആദ്യത്തെ ദിനരാത്രങ്ങളിൽ യഥാർത്ഥ സത്യവിശ്വാസിയായ നോമ്പുകാരന് ലഭിക്കുന്നത്. അപ്പോൾ നോമ്പിന്റെ ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു നോട്ടമാണ് പടച്ചറബിന്റെ ആ ഒരു നോട്ടം ലഭിക്കുക എന്നുള്ളത്. അള്ളാഹു നമുക്ക് ആ റബ്ബിന്റെ തിരുനോട്ടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെന്ന് പറയുന്ന മഹത്തുക്കൾ പറയുന്ന നോമ്പുകാർക്ക് ലഭിക്കുന്ന ഏറ്റവും സുപ്രധാനമാകുന്ന നേട്ടങ്ങളിൽ രണ്ടാമത്തത് ഇന്ന ഖലൂഫ ഫമിസ്സാഇമി അത്യബു ഇൻദല്ലാഹി മിൻ ദീഹിൽ മിസ്കി എന്നാണ്. കസ്തൂരിക്ക് എത്രമാത്രം വാസനയുണ്ടോ ആ കസ്തൂരിയുടെ നല്ല സുഗന്ധമുള്ള ആ വാസനയേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ നോമ്പുകാർക്ക് അവന്റെ വായിൽ നിന്ന് വമിക്കുന്നതാകുന്ന വാസനയ്ക്ക് പ്രതിഫലമുണ്ട്. അള്ളാഹുവിന്റെ അടുക്കൽ പാരത്രിക ലോകത്ത് വലിയ പ്രതിഫലമാണ്. അതുകൊണ്ട് നമ്മുടെ ശ്വാസോച്ഛ്വാസം ഉൾപ്പെടെ പ്രതിഫലമാണ്. ദുർഗന്ധമുള്ള നമ്മുടെ ഈ വാസനയ്ക്ക് പോലും നോമ്പ് എന്നുള്ള പവിത്രമാക്കപ്പെടുന്ന ആ അമല് നാം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് വീശുന്ന ആ വാസനയ്ക്ക് പോലും വലിയ പ്രതിഫലം അള്ളാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നോമ്പുകാരുടെ മഹത്താകുന്ന പ്രതിഫലങ്ങൾ നാം തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം നോമ്പിനെ നാം പരിപാലിക്കേണ്ടിയുള്ളത്. മൂന്നാമതായി മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നത് എല്ലാ ദിവസവും നോമ്പിന്റെ 30 ദിനരാത്രങ്ങളിലും വല്ലാത്ത ഒരു തൗഫീഖാണ്, മലായിക്കത്തുകൾ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കണം, മലായിക്കത്തുകളുടെ ഇസ്തിഗ്ഫാർ സദാസമയവും നോമ്പുകാരന് വർഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ ദിവസവും അതുപോലെ രാത്രിയിലും
ദിനരാത്രങ്ങളിലും മലക്കുകൾ ഇസ്തിഗ്ഫാർ ചെല്ലുകയാണ്. ആരാണ് മലക്കുകൾ? അള്ളാഹു പ്രത്യേകമായി ആദരിച്ച, അള്ളാഹുവിന് വേണ്ടി ഉറക്കമൊഴിഞ്ഞ, ഭക്ഷണമൊഴിഞ്ഞ, പാനീയം ഒഴിഞ്ഞ, എല്ലാം ഒഴിഞ്ഞു വെച്ച് റബ്ബിന് വേണ്ടി എപ്പോഴും ദിക്റുകളിലും റബ്ബിന്റെ കൽപ്പനകളെ ശിരസാ വഹിച്ചുകൊണ്ടിരിക്കുന്ന, തെറ്റുകൾ ചെയ്യാതെ ജീവിക്കുന്ന മലക്കുകൾ എന്ന് പറയുന്ന ആ ഒരു ഖൗമ്, മലായിക്കത്ത് നമുക്ക് വേണ്ടി, എനിക്കും നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെല്ലുന്നു. എന്തിന്? നോമ്പ് പിടിച്ചതിന്റെ പേരിൽ. അത്തരത്തിലുള്ള വലിയൊരു തൗഫീഖ് കൂടി, വലിയ പ്രതിഫലം കൂടി ഈ നോമ്പിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. അപ്പം മലായിക്കത്തുകളുടെ ഇസ്തിഗ്ഫാറാണ് മൂന്നാമതായി ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടം എന്നുള്ളത്. നാലാമത്തെ മഹത്തുക്കൾ രേഖപ്പെടുത്തിയ നോമ്പുകാരനെ സംബന്ധിച്ച് നാലാമത് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലാർഹമാകുന്ന നേട്ടം എന്നുള്ളത് സ്വർഗം അലങ്കരിക്കപ്പെടുകയാണ്. ഓരോ ദിവസവും റമദാൻ ആകുമ്പോഴത്തേക്ക് സ്വർഗത്തെ അലങ്കരിക്കപ്പെടുകയാണ്. നോമ്പുകാർക്ക് വേണ്ടി സ്വർഗത്തെ തയ്യാറാക്കപ്പെടുകയും അതിന് നല്ല ഭംഗിയാക്കി നോമ്പുകാർക്ക് വേണ്ടി ലഭിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് യഥാർത്ഥ നോമ്പ് നോക്കുന്നവർക്ക് റയ്യാൻ എന്ന വാതിലൂടെ സ്വർഗം കടക്കാൻ കഴിയുമെന്ന് നമുക്കറിയാം. ആ വാതിലൂടെ മറ്റാർക്കും കടക്കാൻ കഴിയുകയില്ല. യഥാർത്ഥ നോമ്പുകാർ അതിലൂടെ നാളെ സ്വർഗം കടക്കും. അള്ളാഹു റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗം പുൽകുന്നവർ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. നാലാമത്തെ നേട്ടം അതാണ്, സ്വർഗം അലങ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അഞ്ചാമതായിട്ടോ വിശുദ്ധ റമദാനിന്റെ അവസാനത്തിൽ ലഭിക്കുന്ന ഒരു നേട്ടമാണ് മഹത്തുക്കൾ രേഖപ്പെടുത്തിയത്. അവസാനത്തെ ദിവസം നോമ്പ് മുഴുവനും കഴിയുമ്പോൾ അള്ളാഹുവിന്റെ മഗ്ഫിറത്താണ്, ഗുഫ്റാനുല്ലാഹി തആല, പടച്ചറബിന്റെ മഗ്ഫിറത്ത് അവസാനം ലഭിക്കും. അതും ഈ വിശുദ്ധമാക്കപ്പെട്ട നോമ്പിനെ വേണ്ട രൂപത്തിൽ പരിപാലിച്ച് അതിനെ മഹത്വമുള്ളതായി കൽപ്പിച്ചുകൊണ്ട് നോമ്പിന്റെ എല്ലാ ഹുറുമത്തുകളും പാലിച്ചുകൊണ്ട് നോമ്പെടുക്കുന്നവർക്ക് അവസാനം പടച്ചറബ് അവസാനത്തെ ദിവസത്തിൽ മഗ്ഫിറത്ത് കൊടുക്കും. ഇത്തരത്തിലുള്ള 5 മഹത്താകുന്ന നേട്ടങ്ങളാണ് വിശുദ്ധമാക്കപ്പെട്ട റമദാനിലെ നോമ്പിലൂടെ നമുക്ക് ലഭിക്കാനുള്ളത്. അതുകൊണ്ട് ഈ വരുന്ന ദിനരാത്രങ്ങളൊക്കെയും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ മഹത്വങ്ങളൊക്കെ നേടിയെടുക്കുന്നവർ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.